തല കുനിച്ചു എന്ന് വരാം. പക്ഷെ എവിടെ നമ്മൾ തല കുനിച്ചുവോ ആ കഷ്ടം വരുത്തിയ ദൈവം തന്നെ ആ കഷ്ടത്തിന്റെ അകത്ത് നിന്ന് നമ്മെ പുറത്തു കൊണ്ടുവരുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് നിന്ദിക്കപ്പെട്ടവരുടെ കണ്ണിന്റെ മുൻപിൽ തന്നെ നമ്മുടെ മുഖത്ത് തേജസ്സിന്റെ അനുഭവങ്ങൾ കർത്താവ് തരും. നിങ്ങൾക്ക് മനസ്സിലായോ? യേശു കർത്താവ് ഗദസമനയിൽ നിന്ന് ഗബദയിലേക്ക് പോയി, ഗബദയിൽ നിന്ന് ഗോൽഗോഥായിലേക്ക് പോയി. അവിടുന്ന് യേശുവിന്റെ ശരീരം ഇറക്കി ശീലയിൽ പൊതിഞ്ഞ് അരിമത്തയിലെ ജോസഫിന്റെ കല്ലറത്തോട്ടത്തിന്റെ അകത്ത് വെക്കുമ്പോൾ യേശു കർത്താവിന്റെ മുഖം വികൃതമായിരുന്നു. എന്നാൽ അന്ന് മഗ്ദലക്കാരത്തി മറിയ എന്റെ പ്രാണപ്രിയനെ എവിടെ വെച്ചെന്ന് ചോദിച്ചുകൊണ്ട് തോട്ടത്തിന്റെ അകത്ത് പ്രഭാതത്തിൽ പരതി നടക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവ് മറിയയുടെ അടുക്കൽ വന്നുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, നീ ആരെയാണ് തിരയുന്നത്, നീ ആരെയാണ് തിരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇന്നലകളിൽ ഞാൻ കണ്ട 2 ദിവസത്തിന് മുൻപ് ഞാൻ കണ്ട, അതായത് മഗ്ദലക്കാരത്തി മറിയ യേശുവിന്റെ ക്രൂശ് മരണം നേരത്തെ ദൂരത്ത് നിന്ന് കണ്ടവളാണ്. ഈ യേശുവിന്റെ മുഖം കണ്ടവൾക്ക് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇന്നലെ കണ്ട മുഖം ഇന്ന് കണ്ടപ്പോൾ അവൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല.